ഗൗരി ശങ്കരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ശേഖരൻ. ശേഖരൻ്റെ ഗുണ്ടകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വാഷ് ഔട്ടുകളാണ് നിങ്ങൾക്ക് ചെല്ലും ചിലവും തരുന്നത് ഞാൻ വെറുതെയാണ്. നിങ്ങളുടെ മുന്നിൽ നിന്ന് അവൾ ജസ്റ്റ് മിസ്സായിന് എന്താണ്ടാ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ച് അവർ രണ്ടുപേരെയും ഷർട്ടിൻ്റെ കോളർമൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് അവളെ ജീവനോടെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല, മരിച്ചിട്ടായാലും മതി, പക്ഷേ എനിക്ക് അവളെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മഹാദേവൻ ഓടി വരുന്നുണ്ട്. മഹാദേവൻ ഓടി വന്നിട്ട്, എടാ നീ അത് വിട്ട് കളഞ്ഞേ, അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് വേറെ ഉള്ളത്. നീ അത് ആലോചിക്കും. നമ്മുടെ മരുമോൻ തൃശ്ശൂർ വിട്ട് പോകാൻ പാടില്ല. മരുമോൻ ഇവിടെ നിന്നൊന്നും മിണ്ടാതെ പോയതിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നീ ആ മരുമോനെ വേഗം പിടിക്കാൻ നോക്കുക, അവൻ ഇവിടെ നിന്ന് സ്കൂട്ടായാൽ ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശേഖരൻ പെട്ടെന്ന് തന്നെ ഗുണ്ടകളായിട്ട് നമ്മുടെ ആദർശിനെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരുന്നുണ്ട്. ഇടാ നിൽക്കടാ വേണിമോളെന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ വേണിമോളെ എന്ന് വിളിച്ചങ്ങായിട്ട് അയാൾ വലിയ പുന്നാരത്തോടെയൊക്കെ ഇനി സംസാരിക്കുന്നത്. അതിന് മുന്നേ പറയുന്നുണ്ട്, ആദർശിനെ കൊന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വേണിക്കൊരു ചെക്കനെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ക്രൂരമായ മനസ്സാണ് മഹാദേവൻ്റെ. വേണി വിളിക്കുമ്പോൾ പറഞ്ഞ അച്ഛാ സോറി ഇട്ടച്ചാ, ആദർശേട്ടനെ ആള് ഒരു റൊട്ടിഡാവാണ്, സോറി അച്ഛാ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയാണ്ട് പറ്റില്ല. ആദർശേട്ടന് ഇവിടെ വന്നപ്പോഴേ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറയാണ്ട് പോയതേ, പുള്ളി ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോഴേ നമ്മുടെ ആളുടെ പുള്ളിക്കാരൻ്റെ ലാപ്ടോപ്പ് അവിടെ വെച്ച് മറന്നു. അച്ഛൻ എന്തീ പറയുന്നതെന്ന് അറിയോ, നമ്മുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും കണക്കും ബാങ്കിലത്തെ ഒക്കെ അതിലല്ലേ, അത് ഓർത്തപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് യാത്ര പറയാണ്ട് പോകുന്നത്, ഒന്നും വിചാരിക്കരുതിട്ട് അച്ഛാ എന്ന് പറയുന്നുണ്ട്. മഹാദേവൻ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. വെറുതെ അല്ല അപ്പം മിണ്ടാണ്ട് പോയതല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെ, അപ്പം ആദർശേട്ടന് ഒരു നാണക്കേട് വിഷമവും ചമ്മലൊക്കെ അച്ഛനോട് നിങ്ങളോട് യാത്ര പറയാണ്ട് പോകുന്നതിൽ, അതുകൊണ്ട് എന്നോട് വിളിച്ച് പറയാൻ പറഞ്ഞു. ലാപ്ടോപ്പ് കിട്ടുകയും ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ വിഷമമായിട്ടല്ലേ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനൊന്നും വിചാരിക്കരുതിട്ടാ, ഇത് ഇങ്ങനത്തെ ഒരു മന്ദബുദ്ധിന് ഇതിന് ഓർമ്മയൊന്നുമില്ല അച്ഛാ, നമുക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശരി അച്ഛാ, ഞാനേ ഫോൺ വയ്ക്കട്ടെ, ഞങ്ങളൊന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ കഴിക്കണം അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശരി മോളെ, സിനിമയ്ക്കൊക്കെ പൊക്കോട്ടാ എന്നും പറഞ്ഞ് നല്ല സന്തോഷത്തോടെ മഹാദേവ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ആദർശിനെ പറ്റി ശേഖരനോട് പറയുന്നുണ്ട്, അന്വേഷിച്ച് പോകണ്ടടാ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, മരുമോൻ വെറുതെ അല്ല പോയത്, അതുകൊണ്ട് മരുമോൻ്റെ വഴിക്ക് പോട്ടെ, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാം, അത് അങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശങ്കറിനെയാണ്. ശങ്കർ കാറിൽ ഇരിക്കുന്നുണ്ട്, ചാരി ഇരിക്കുന്നുണ്ട്, അജിത്തും ജോജു ഫ്രണ്ടിലാണ് വണ്ടി ഓടിക്കുന്നുണ്ട്. ഗൗരിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ശങ്കറിന് ഭീഷണിപ്പെടുത്തി എന്ന് പറയിപ്പിക്കുന്നതും വട്ടം കറക്കുന്നതും അങ്ങനെ ഗൗരിയുടെ ചിത്രമുള്ള ഷർട്ട് ധരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഗൗരി ഇങ്ങനെ പെട്ടെന്ന് വിഷമത്തോടെ ശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശങ്കർ ആകെ വല്ലാണ്ടായി നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ശങ്കർ നോക്കിയപ്പോൾ വായിൽ നിന്ന് ഇങ്ങനെ നൊരയും പതയും വരുന്നുണ്ട്. അപ്പോൾ ഗൗരിക്ക് ആകെ പേടിയാവുന്നുണ്ട്. അങ്ങനെ ഗൗരി അജിത്തിനോട് പറയുന്നു, വണ്ടി വേഗം വിടാൻ പറയുന്നുണ്ട്, ശങ്കറിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നീട് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അഡ്മിറ്റ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല, ഡോക്ടർമാരും നിലവിലില്ല എന്നാണ് പറഞ്ഞത്. അത്രയും വലിയ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർമാരില്ല എന്ന് പറഞ്ഞപ്പോൾ ഗൗരിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഗൗരി അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് സ്റ്റാഫിനെ കൊണ്ട് ഡോക്ടറെ വിളിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മഹാദേവനും രാധാമണി തങ്കച്ചിയും കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആദ്യത്തെ റിങ് ഫുള്ളും കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല. നിങ്ങളുടെ ഫോൺ എടുക്കാത്തതെന്ന് വെച്ചപ്പോൾ അതേ കുട്ടിശങ്കരനായിരിക്കും, എന്നോട് മാപ്പ് പറയാൻ വിളിക്കുന്നതാണ്, നീ എടുത്തിട്ട് അവൻ്റെ മാപ്പും കോപ്പും ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറയുന്നു. രണ്ടാമത് ഫോൺ ബെല്ലടിച്ചപ്പോൾ രാധാമണി എടുക്കുന്നുണ്ട്. എന്താ ശങ്കറാണെന്ന് ചോദിക്കുമ്പോൾ അല്ല അജിത്തോ, എൻ്റെ ശങ്കർ എന്തെന്ന് വെച്ചപ്പോൾ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നുള്ള പറഞ്ഞപ്പോൾ രാധാമണി കരഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ മഹാദേവനോട് പറയുന്നുണ്ട്. മഹാദേവനും ആകെ പേടിച്ച് ശേഖരനും പിന്നെ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെയും കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇനി ശങ്കറിന് ICUവിലാണ് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് അങ്ങനെ ചികിത്സിക്കാൻ ഉള്ളിലേക്ക് കേക്കെടുത്തി ബോധമൊന്നുമില്ല കിടക്കുന്ന ICUവിൻ്റെ മുന്നിലൂടെ നമ്മുടെ ഗൗരി ശങ്കറിനെ കാണുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് പരമാവധി നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ ശങ്കറിനെ നോക്കി പോകുന്നുണ്ട്. ഇതേസമയം തന്നെ ചാരങ്ങാട്ട മുത്തശ്ശി അടക്കം എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് എത്തുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഗൗരീനെ. ആദ്യം തന്നെ രാധാമണി വന്നിട്ട്, എൻ്റെ മോനെ നീ കൊല്ലാൻ നോക്കിയോടി, എൻ്റെ മോൻ്റെ ശരീരത്തിൽ എങ്ങനെയുണ്ട് വിഷം കയറിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മുടെ ഗൗരീനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ മഹാദേവന് പറയുന്നുണ്ട്, നീ എൻ്റെ മോനെ എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ കൊല്ലുള്ളൂ, നീ വന്നതോടുകൂടി ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു.
ആ സമയം തന്നെ പെട്ടെന്ന് ഗൗരിനോട് അതിനു മുന്നേ ഗൗരിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ശരീരത്തിൽ വിഷം കയറിയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നു വിഷം ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശങ്കറിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ എന്നെ പാമ്പ് കുത്തി, അങ്ങനെ എൻ്റെ ശരീരത്തിലെ ബ്ലഡ് ശങ്കർ വലിച്ചെടുത്ത് കളഞ്ഞ് അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ ദേഷ്യമായി. നിനക്ക് വേണ്ടി എൻ്റെ മോൻ ജീവൻ കളയാൻ നോക്കിയോ എന്ന് ചോദിച്ചു. പിന്നെ രാധാമണി അതിനായി വഴക്ക്. പെട്ടെന്ന് തന്നെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടറോട് മഹാദേവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഡോക്ടർ എൻ്റെ മോനെ പറ്റിയത്, ഈ ആസ്പത്രി ഞാൻ കത്തിക്കും, എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ശങ്കറിൻ്റെ ശരീരം മുഴുവൻ ബ്ലഡിലടക്കം വിഷം വ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകുമെന്ന് പറയുന്നു. വെന്റിലേറ്റർ എന്ന് കേട്ടോടുകൂടി നമ്മുടെ ഗൗരി ആകെ തകർന്നുകൊണ്ട് വെന്റിലേറ്ററോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് തന്നെ എല്ലാവരും മറ്റവരും വരുന്നുണ്ട്. ആദർശ്, വേണി, അതുപോലെ തന്നെ അച്ഛൻ പ്രൊഫസറും ഉണ്ട് അവിടെ നിന്ന്. അങ്ങനെ എല്ലാവരും കൂടി വന്ന് വേണി ഓടി വന്ന് കഴിഞ്ഞ് ICUവിലൂടെ നോക്കുന്നുണ്ട് ചേട്ടനെ. പിന്നീട് രാധാമണി പറയുന്നുണ്ട്, മോളെ നിൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ എങ്ങനെ വിഷം കയറിയെന്ന് നീ അവളോടൊന്ന് ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട്, എൻ്റെ മോളെ എന്ത് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ ഈ പറയുന്നതെന്ന് വെച്ചപ്പോൾ നിങ്ങൾ മിണ്ടരുത്, നിങ്ങളുടെ മോളെ എന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ദുരിതവും കഷ്ടപ്പാടും എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് തുടങ്ങിയത് ഇതെന്ന് പറയുന്നു. ആ ഗൗരി ഒന്നും മിണ്ടുന്നില്ല. ഗൗരി പറയുന്നുണ്ട്, ഇപ്പോൾ ശങ്കറിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നു. അങ്ങനെ രാധാമണി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ വേണി ചെന്ന് ഗൗരിയെ എടുത്ത് ചെന്നിട്ട് ഗൗരീനെ ചീത്ത പറയുന്നതിന് പകരം ഗൗരീനെ മുഖം കയ്യിലെടുത്തിട്ട് പേടിക്കണ്ടാട്ട, നിന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഗൗരിക്ക് അത്ഭുതമാവുകയാണ് ചെയ്യുന്നത്. ഗൗരി അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു സമാധാനവും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വേണിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ്.